ഇതാണ് കേട്ടോ നമ്മുടെ കൊല്ലം ആശ്രാമത്തുള്ള 8 പോയിന്റ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു കേട്ടോ. ഇവിടെ ഓപ്പണിംഗ് സമയം 11 മണി മുതലായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ വന്നപ്പോൾ ഓപ്പൺ ആക്കിയിട്ടില്ല. എന്നാലും വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് ഗേറ്റ് ഒക്കെ തുറന്നു തന്നു കേട്ടോ. സമാധാനമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് കുറച്ച് സൈലൻ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. ഒരുപാട് വൃക്ഷങ്ങളും പിന്നെ കെട്ടിടം തന്നെ കണ്ടില്ലേ, നല്ല ഒരു പഴമയുണർത്തുന്ന കെട്ടിടങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അത് അങ്ങോട്ട് നടന്നു വന്നപ്പോൾ തന്നെ ഇവിടെ ഞാവൽപ്പഴം വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ അത് എടുത്ത് നോക്കി, പക്ഷേ അതിലെന്തോ കടിച്ചിട്ടുണ്ടായിരുന്നു. ഈ മരം നിറയെ ഞാവൽപ്പഴങ്ങളാണ് കേട്ടോ. ഒരുപാട് തണലും നല്ല അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ ഇരിക്കാൻ തന്നെ. പിന്നെ അതാ ഇവിടെ ഇങ്ങനെയുള്ള പ്രതിമകളൊക്കെ ഉണ്ട്. കുറച്ചിങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇത് മീറ്റിംഗ് ഒക്കെ നടത്താനായിട്ട് ചില ആൾക്കാർ വന്നിട്ട് എടുക്കുന്ന ഏരിയ ആണ് കേട്ടോ ഇവിടെ. അതിൽ അവിടെയുള്ള ഒരു കുഞ്ഞി ആനയിൽ ഇങ്ങനെ തടവുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ചെടികളുണ്ട് ഇവിടെ. ഇത് മീറ്റിംഗ് സ്പേസ് ആണ് കേട്ടോ. മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് സമാധാനമായിട്ട് നടത്താം. ആരുടെയും ശല്യമൊന്നും ഉണ്ടാവില്ല. അല്ലു അതിന് ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു മണിയൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് ബാത്റൂമും കാര്യങ്ങളും ഒക്കെയാണ്. അതായത് ബാക്കിൽ അവർ അവിടെ അങ്ങോട്ട് വിടത്തില്ല, അവിടെ എന്തോ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ മരത്തിൻ്റെ ഇടയിൽ നിറയെ ഞാവൽപ്പഴം വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അല്ലുമോൻ അത് ഓരോന്നോരോന്നായിട്ട് പറക്കി എടുക്കുമായിരുന്നു. പക്ഷേ അതൊന്നും കൊള്ളാത്തോട്ട് ഞാൻ അവിടെ വായിലിടണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അകത്തോട്ടൊന്ന് പോയി നോക്കാം. ഈ സൈഡിലൊക്കെ ഇരിക്കാനായിട്ട് ഒരുപാട് സ്പേസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചുമരുകളിലൊക്കെ ഇങ്ങനെ ഓരോ ഫ്രെയിമുകളും ദാണ്ട് ഇവിടെ ഓരോ പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ചുമരിലൊക്കെ കണ്ടില്ലേ ഓരോരോ ചിത്രങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ അകം. കണ്ടില്ലേ ഇവിടെ ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരും വരച്ചിട്ടുള്ള പെയിൻറ്റിങ്സുകളാണ്. എന്ത് ഭംഗിയായിട്ടല്ലേ വരച്ചേക്കുന്ന, കാണാൻ എന്ത് ഭംഗിയാണ് നോക്കി. ഇത് നമ്മൾ കയറി വരുമ്പോൾ കാണുന്നൊരു മുറിയാണ് കേട്ടോ. പിന്നെ അതാ ഇവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്നവരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതാനുള്ള ബുക്കാണെന്ന് തോന്നുന്നു. അതോ നമ്മൾ എന്തെങ്കിലും കുറിപ്പടികളൊക്കെ എഴുതാനുള്ള ബുക്കാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അതാണ്ട് ഈ മുറി, ഇതിൻ്റെ അകത്തൊരു മുറിയുണ്ട്. ഇവിടെ ഒരു മുറി അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഈ പോകുന്ന വഴിക്ക് ഇവിടെ ഈ സൈഡിൽ പിക്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ പെയിൻറ്റിങ്സുകൾ സൈഡിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഒരുപാട് പെയിൻറ്റിങ്സുകളുണ്ട് കേട്ടോ ഇവിടെ. അകത്തോട്ട് കയറി വരുമ്പോൾ കുഞ്ഞൊരു ലൈബ്രറി ഉണ്ട്. ഒരുപാട് പുസ്തകങ്ങളൊന്നുമില്ല, കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ ഇവിടെ. ഇത് ചുമരിൽ ഓരോ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട്. നമ്മുടെ ഈ പഴയ കൊട്ടാരത്തിനൊക്കെ ഉള്ളിൽ നമ്മൾ വന്ന ഒരു ഫീൽ കിട്ടത്തില്ലേ, അതേപോലുള്ള ഫീലായിരുന്നു കേട്ടോ. സൈലൻസ് പ്ലീസ്. എൻ്റെ പഴയ റാന്തൽ വിളക്ക്, ഞാൻ അതൊന്ന് പതുക്കെ ഒന്ന് എടുക്കാൻ നോക്കി, പക്ഷേ എടുത്തില്ല. കാരണം അത് ചെറുതായിട്ടൊന്ന് പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മൾ ഹോളിലേക്ക് വന്നു. അതിൻ്റെ ഇപ്പുറത്തെ മുറിയാണ് കേട്ടോ. ഇവിടെയും കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്.
ഓരോ പെയിൻറ്റിങ്സിനും ഓരോ അർത്ഥങ്ങളുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. എനിക്കറിയില്ല ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്, പക്ഷേ എല്ലാം നല്ല മനോഹരമായിട്ടുള്ള പിക്ചേഴ്സായിരുന്നു. ഇനി നമുക്ക് പുറത്തേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഒരു സ്റ്റേജ് പോലെ ഒരെണ്ണം ഉണ്ട് കേട്ടോ. സ്റ്റേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കൊന്നും ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് അവർ അറേഞ്ച് ചെയ്യുമെന്ന് തോന്നുന്നു. ഒരുപാട് വൃക്ഷങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തണലും നല്ല തണുപ്പുമാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെ അല്ലു അവൻ്റെ ഒരു കാറുമായിട്ട് മേശമേലിരുന്ന് ഇങ്ങനെ കളിക്കുമായിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചിട്ട് ഞങ്ങളിത് അവിടെ മാവിൻ്റെ മൂട്ടിൽ വന്നിരുന്ന് അവിടെ താണ്ടെ ഒരു ഊഞ്ഞാലും ഇട്ടിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇതൊക്കെ കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സുകൾ, പഴയ ഓരോ സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇത് ആവശ്യക്കാർക്ക് വാങ്ങാൻ പറ്റുമെന്ന് അറിയില്ല, നമ്മളത് ചോദിച്ചില്ല. പിന്നെ ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് ബുക്കുകൾ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുള്ള ബുക്കുകൾ എടുത്തിട്ട് വേറെ ബുക്കുകളുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.